ഇന്നത്തെ വീഡിയോയിൽ സൗദിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു MBBS, MD, MS, DNB അല്ലെങ്കിൽ BDS, MDS ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണം. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയാറുള്ളത് പോലെ നമ്മുടെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അത് റിന്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, വൺസ് ഇത് റിന്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം MBBSൻ്റെ ഒന്ന് പറയാം അല്ലേ. MBBS ആകുമ്പോൾ MBBSന് ശേഷം ഒരു ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും നമ്മുടെ സൗദി ഡേറ്റ ഫ്ലോയിൽ മാൻഡേറ്ററി ആയിട്ടും ആഡ് ചെയ്യണം. നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സൗദിക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ഗുഡ് സ്റ്റാൻഡിങ് നോക്കണ്ട. പിന്നെ ഓൾ ഇയർ മാർക്ക് ഷീറ്റ് വേണം നിങ്ങളുടെ MBBSൻ്റെ എല്ലാ വർഷത്തെയും എന്താ പറയുക ട്രാൻസ്ക്രിപ്റ്റ്, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്. പിന്നെ ഇവിടെ സൗദിക്കാകുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ബേസിക് പാക്കേജിൽ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ MBBSന് ശേഷം വൺസ് MBBS രജിസ്ട്രേഷന് ശേഷമുള്ള 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ വെക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് കോപ്പി, മെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഇത്രയാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് ലിസ്റ്റിൽ വരുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു MD കാറ്റഗറി, സ്പെഷ്യലിസ്റ്റിൻ്റെ കാറ്റഗറി വരുമ്പോൾ നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള MBBSും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള MDയും അല്ലെങ്കിൽ MSO DNB ഏതാണോ PG ചെയ്തേക്കുന്നത് അത് രണ്ടും മാൻഡേറ്ററി ആയിട്ട് വെരിഫൈ ചെയ്യണം. അങ്ങനെ വരുമ്പം MDക്ക് ശേഷമുള്ള 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. 1 ഇയർ അല്ല, 2 ഇയർ. MD ആകുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. MBBSനാണ് 1 ഇയർ വരുന്നത്. MD ആകുമ്പോൾ 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം ആഫ്റ്റർ രജിസ്ട്രേഷൻ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ പോകുന്നത്. പിന്നെ ഇനി ഡെൻ്റൽ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് നമുക്ക് BDSന് ശേഷമുള്ള ഇൻറ്റേൺഷിപ്പും BDSൻ്റെ ഡിഗ്രിയും മാൻഡേറ്ററി ആയിട്ട് വെരിഫൈ ചെയ്യാം. ഇനി MDS ഉള്ള ആളാണെങ്കിൽ BDSും MDSന് ശേഷമുള്ള റെസിഡൻസി പ്രോഗ്രാമും മാൻഡേറ്ററി ആയിട്ട് വെരിഫൈ ചെയ്യണം. പിന്നെ നമുക്ക് എത്ര ഡ്യുവൽ ക്വാളിഫിക്കേഷനോ എത്ര ക്വാളിഫിക്കേഷനാണോ ഉള്ളത് അതിൻ്റെ മാർക്ക് ഷീറ്റുകളും ട്രാൻസ്ക്രിപ്റ്റ് എല്ലാം ഇതെല്ലാം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതെല്ലാം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഡേറ്റ ഫ്ലോയ്ക്കുള്ള ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ്. ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രെഡൻഷ്യലിങ്ങിന് അപ്ലൈ ചെയ്യാം. ക്രെഡൻഷ്യലിങ്ങിന് അപ്രൂവ് ആയതിന് നമുക്ക് എക്സാമിന്റെ ID വരുന്നത്. ആ എക്സാം ID അതിന് ഏകദേശം ഒരു 1 ഇയറിന്റെ വാലിഡിറ്റി ഉണ്ട്. ആ ഒരു എക്സാമിനേഷൻ IDക്ക് 1 ഇയറിനുള്ളിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അത് എക്സ്പയർ ആയി പോകും. ആ ID എക്സ്പയർഡ് ആവും. വീണ്ടും അഗൈൻ വി നീഡ് ടു ഡു സൗദി ക്രെഡൻഷ്യൽസ്. പിന്നെ ഈ ഒരു എക്സാമിനേഷൻ പാസ്സാവുന്ന ആൾക്കാർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ സ്റ്റേജ് ഓഫ് ക്രെഡൻഷ്യൽസിലോട്ട് അതിനുള്ള ഒരു എൻട്രി കിട്ടും. അത് ആ ഫൈനൽ സ്റ്റേജ് നമുക്ക് ഒരു കോച്ചിങ് എടുത്തിട്ട് അറ്റൻഡ് ചെയ്യാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത്. മിക്കവരും വന്നിട്ട് ഇപ്പൊ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവര് പഠിക്കുന്ന ടൈമിലുള്ള ആ സെയിം സിലബസ് തന്നെ പഠിച്ചിട്ട് എക്സാം എഴുതാമെന്ന് വിചാരിക്കും, കോച്ചിങ് ഇല്ലാതെ. ഒത്തിരി നമുക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ട്. കാരണം നമ്മളവിടെ വന്നിട്ട് പറയും ഞാൻ പഠിച്ചു, നമ്മുടെ ഓൾറെഡി ഉള്ള സിലബസിലുള്ള ഇത് എന്താ പറയുക ബുക്സ് എല്ലാം വെച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. പ്രോമെട്രിക് എന്ന് പറയുമ്പോൾ ഒരു ക്വാളിഫയിങ് എക്സാമാണ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോലെ. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും. നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ആൻസേഴ്സ് ചെയ്യണം, പിന്നെ കുറേ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരാളുടെ ഒരു കോച്ചിങ് നമുക്ക് വേണം. കാരണം ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിയുടെ കോച്ചിങ് കിട്ടിയിട്ടേ അതിലേക്ക് പോകാവൂ. സോ അത് എപ്പോഴും ശ്രദ്ധിക്കാം. പിന്നെ ഈ സൗദിയുടെ പ്രോമെട്രിക് എക്സാം 3 അറ്റംപ്റ്റ് ആണുള്ളത്. ഇപ്പം ചിലർ 3 അറ്റംപ്റ്റും ഫെയിൽ ആവുന്നവരുണ്ട്. അങ്ങനെ ഫെയിലായി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 1 വർഷം ഇന്ത്യയിൽ നമ്മൾ വർക്ക് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് എടുത്ത ശേഷം വീണ്ടും ക്രെഡൻഷ്യൽസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ചെയ്ത് അത് അപ്രൂവ് ആയ ശേഷം എലിജിബിലിറ്റി ID എടുക്കണം. അത് വെച്ചിട്ട് പിന്നെ എക്സാം ഒരു അറ്റംപ്റ്റ്, അത് ആ 4th അറ്റംപ്റ്റ് എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ അറ്റംപ്റ്റ് ആണ് സൗദിയിലെ. അതും കൂടി പോയാൽ പിന്നെ സൗദി എന്നുള്ളൊരു കൺട്രിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതെ, അപ്പോൾ സോ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മൾ ക്ലിയർ ആവാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയാണ് സൗദിയുടെ ഡേറ്റ ഫ്ലോ, ക്രെഡൻഷ്യൽസ്, അതുപോലെ തന്നെ എക്സാം റിലേറ്റഡ് ആയിട്ട് ഡോക്ടേഴ്സിന് വേണ്ടി പറഞ്ഞു തരാനുള്ളത്. പിന്നെ പ്രോമെട്രിക് എക്സാം ആണ് ഇവർക്ക് അല്ലേ സൗദിയുടെ. കേരളത്തിലെ ട്രിവാൻഡ്രം അല്ല സെന്റർ വരുന്നത്. പിന്നെ നമ്മൾ എംബസി അറ്റസ്റ്റേഷൻ്റെ പ്രോസസ്സാണ് പിന്നെ വരുന്നത്. നമുക്ക് സൗദി എംബസി അറ്റസ്റ്റേഷനും ഉണ്ട്. നമുക്ക് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അപ്പോസ്റ്റലും അപ്രൂവ് ആയി വന്നിട്ടുണ്ട് സൗദിക്ക്. സൗദിയുടെ അപ്പോസ്റ്റൽ ചെയ്യുമ്പോൾ നോർമൽ അപ്പോസ്റ്റലല്ല, സൗദിയുടെ തന്നെ സൗദി അപ്പോസ്റ്റൽ തന്നെ ചെയ്യുന്നതായിരിക്കും. QR കോഡുള്ള അപ്പോസ്റ്റൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നോർമൽ അപ്പോസ്റ്റൽ ചെയ്താൽ സൗദി അക്സെപ്റ്റ് ചെയ്യില്ല. അതെ. അപ്പോൾ ഇത്രയാണ്
സൗദിയുടെ അതെ. അല്ലേ ഒരു ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക. അതെ. എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതെ. ഇനിയും ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ചാനൽ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതോ ഡോക്ടറിന്റെ പ്രോസസ് ഡിലേ ആയെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതെ അതെ. സോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. അതെ, ഓക്കെ അതെ, ഓക്കെ. ഇനി ഡോക്ടേഴ്സ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടാം. മേ ബി നിങ്ങൾ ആ ഇൻഡസ്ട്രിയിലുള്ളവരായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. അതെ. ഇനി നമ്മളെ നേരിട്ട് വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ 8327626262 ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഡയറക്റ്റ്ലി കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു പ്രൊഫഷനെ കുറിച്ച് സംസാരിക്കാം. കണ്ടിൽ ബൈ. ഓക്കെ.